വെൽക്കം ടു റാണാസ് വ്ലോഗ്. നോമ്പ് ആയതുകൊണ്ട് തന്നെ നോമ്പ് 4-ന് നമ്മളെ വീട്ടിൽ നോമ്പ് തുറപ്പിക്കലാണ്. അപ്പോൾ അന്ന് രാവിലെ ഞാൻ എത്തി വീട്ടിലേക്ക്. അപ്പോൾ വീടിൻ്റെ മുറ്റത്തായിട്ട് പരിപാടിക്ക് വേണ്ട സ്റ്റൂള് ടേബിളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്യൽ വൈകിട്ടാണ്. നോമ്പിന് മുന്നായിട്ട് നമ്മൾ വീടിൻ്റെ ഒരു സൈഡിലൊക്കെ കുറച്ച് പണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇത്. പിന്നെ നോമ്പിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ല ടയേർഡായിരുന്നു. അന്ന് രാവിലെ കുറച്ച് വീഡിയോ നമ്മുടെ പ്രിപ്പറേഷൻ ടൈമിലൊക്കെ എടുത്തു എന്നല്ലാതെ ലാസ്റ്റ് എനിക്ക് ഞാൻ മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ടയേർഡായിരുന്നു. അപ്പോൾ വീട്ടിൽ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ നമുക്കറിയാലോ ഓരോ അവസ്ഥ. അപ്പോൾ അത് കാരണം എനിക്ക് ഇപ്രാവശ്യം വീഡിയോ അധികം എടുക്കാൻ പറ്റില്ല. അതിന് റിയലി സോറി. പക്ഷേ ക്ലിപ്സ് വെച്ചിട്ട് ഞാൻ വീഡിയോ ഉണ്ടാക്കിയാണ്. അപ്പോൾ അതൊന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അന്നേക്ക് റെഡി ആക്കാനുള്ള ഓരോ കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനന്ന് ഏറ്റെടുത്തിരുന്നത് ചെമ്മീൻ കുനാഫയായിരുന്നു. അത് ഞാനിവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുപോലെ പഴം നിറച്ചതിന് വേണ്ടിയിട്ട് പഴം ഇവിടെ റെഡിയാക്കുന്നുണ്ട്. പത്തിരി ഒരു ഭാഗത്ത് ചുടുന്നുണ്ട്. പത്തിരി പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ചുടുന്നത്. കാരണം നല്ല വെയിലായതുകൊണ്ട് തന്നെ പുറത്താണ് ഏറ്റവും പത്തിരി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലത്. ഒരു ഭാഗത്ത് മറ്റൊരു ചട്ടി വയ്ക്കുന്നുണ്ട്. ഇതിന് ഇടയിൽ തന്നെ ഞാൻ പുറത്തത്തെ ഒരു കാഴ്ച കാണിച്ചത്. പുറത്തുണ്ടായ ഐറ്റംസ് ഇത് നമ്മളെ മാങ്ങ അത്യാവശ്യം വലിപ്പമായിക്കൊണ്ടിരിക്കുന്ന ഉമ്മയുടെ വഴുതനങ്ങ. പിന്നെ എനിക്ക് ചെടി കുഴിച്ചിടാൻ മടിയാണ്, കാരണം പിറ്റേ ദിവസം തന്നെ ഉണ്ടാവണം എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇത് ചീരമുളക് 2 ടൈപ്പിലുണ്ട് വീട്ടിലെ. പിന്നെ ഇത് ചാമ്പമരം. ചാമ്പക്ക നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ ചാമ്പക്ക ഒരു കയ്പ്പ് രസമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലെങ്കിലും പൊതുവെ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചാമ്പക്ക. പിന്നെ വേറെ മൂച്ചികളുടെയൊക്കെ മാങ്ങയാണിത്. അപ്പോൾ ഇത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ വീട്ടുമുറ്റത്തെ. പിന്നെ ചക്കമരം അടുത്തുണ്ട്, നിറയെ ചക്കയുണ്ട് മാഷാ അല്ലാ. അതുപോലെ ഈ ചക്കയുടെ പ്രത്യേകത താഴെ വരെ ചക്ക ഉണ്ടാവും. മാത്രമല്ല ചുള കുറച്ച് മറ്റു ചക്കേൻ്റെ അത്ര ചുള ഉണ്ടാവില്ല. പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചക്ക കഴിക്കാൻ, മധുരം കൂടിയതുകൊണ്ട് തന്നെ. പിന്നെ അടുത്തായിട്ട് സപ്പോട്ട ഉണ്ട്. സപ്പോട്ട രണ്ടാമതും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടിന് നല്ല പ്രത്യേകത ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ വേറെ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും. അപ്പോൾ പിന്നെ വീണ്ടും നമ്മുടെ അടുക്കളയിലോട്ട് വന്നു. അവിടെ ഓരോ പരിപാടികൾ ചെയ്യുന്നുണ്ട്. ബ്രോസ്റ്റിനാണുള്ളത്. ഇത് ഉന്നക്കായൊക്കെ ഉണ്ടോ. നേരത്തെ പഴം നിറച്ചെന്ന് പറഞ്ഞു, അത് എൻ്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയതാണ്. പിന്നെ ആ ഉന്നക്കായിലേക്കുള്ള വറവാണ്. ബ്രോസ്റ്റ് മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് കിളിക്കൊണ്ടുള്ള മസാലയാണ്. ഉന്നക്കായ ഇവിടെ റെഡിയായി. കാക്ക ഉന്നക്കായ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഉന്നക്കായ്ക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട്. കാരണം ഇത് ഒട്ടും തന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ മസാലക്കൂട്ട് ചെയ്ത് ഇതുപോലെ ഷേപ്പാക്കി എടുക്കുന്നത്. പിന്നെ കിളിക്കൂണ്ടും നല്ലൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം മുട്ട ഞങ്ങളത് ഉള്ളിലായി പോയി. കിളി ഉള്ളിലാണ് ഇട്ടത്, മുകളിൽ കൂട് പിന്നെയും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മസാല നിറക്കുന്നുണ്ട് സമൂസയിലേക്ക്. ഇതാണ് എൻ്റെ കുനാഫ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നല്ല റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു ടൈം വെച്ചിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു കുനാഫ ചെയ്തത്. റിസ്ക് അല്ല, ടൈമാണ്. വൈകുന്നേരം ഒരു എസറിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു തുടങ്ങി. ആ സമയത്ത് ബത്തക്ക ഇവിടെ കാക്കയും കസിനും കൂടെ ചെത്തുന്നുണ്ട്. പുറത്ത് നമ്മളുടെ ആൾക്കാരനെ കുറച്ച് പേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും മുറ്റത്ത് മുഴുവനായിട്ടും ടേബിളൊക്കെ ഇട്ട് സെറ്റായി. കുട്ടികളൊക്കെ ഓടി കളിക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഇതാ വീണ്ടും പൈനാപ്പിൾ കട്ട് ചെയ്ത് തുടങ്ങി. ഇതെൻ്റെ ആപ്പയാണ്. ആപ്പ നല്ല കുക്ക് ചെയ്യും. പിന്നെ നല്ല തമാശക്കാരനാണ്, നല്ല ഫ്രണ്ട്ലിയാണ്. എല്ലാവരും ഒരു സൈഡിലിരുന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോൾ എൻ്റെ കുനാഫ ഇവിടെ എല്ലാവരും ഫ്രൈ ചെയ്ത് സഹായിക്കുന്നുണ്ട്. കുനാഫൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ബ്രോസ്റ്റ് പൊരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ചായക്ക് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. ഇത് ബ്രോസ്റ്റ് പകുതി ആയി കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ്. പിന്നെ നോമ്പ് തുറക്കാൻ സമയമായി. ടേബിളിൽ ഫ്രൂട്ട്സ് സ്നാക്സുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേര് എത്തിയിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, ഞാൻ കുനാഫ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റൻ്റെ ID കൊടുക്കുന്നുണ്ട്. അതുവഴി കോൺടാക്ട് ചെയ്താൽ മതി. ലേറ്റായിട്ട് നോമ്പ് തുറന്ന ശേഷം നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരു ഭാഗത്ത് വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും
രാത്രി ഒരു 9:30 ഒക്കെ ആയപ്പോൾ പോയി തുടങ്ങി. അതിൻ്റെ ഇടയിലുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.